കണ്ണൂരിൽ ആനപ്പന്തി സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതി സുധീർ തോമസ് പിടിയിൽ. മൈസൂരുവിൽ നിന്നാണ് CPIM ബ്രാഞ്ച് സെക്രട്ടറിയായ സുധീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ മറ്റൊരു പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സുനീഷ് തോമസിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബാങ്കിലെ കാഷ്യർ കൂടിയായ സുധീർ തോമസിനെ പോലീസ് പിടികൂടിയത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സുഹൃത്ത് സുനീഷിനൊപ്പം ചേർന്നാണ് സുധീർ ബാങ്കിൽ നിന്ന് സ്വർണം കവർന്നത്. തട്ടിയെടുത്തതിൽ 50% സ്വർണവും സുനീഷ് പണയം വെച്ചതാണ്. കൂടാതെ സുധീർ തോമസിന്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണവും കവർന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ട സ്വർണം പൂർണ്ണമായി വിൽപ്പന നടത്തിയതാണ് പ്രതികളുടെ മൊഴി. ഏപ്രിൽ 29-നും മെയ് 2-നും ഇടയിൽ കവർച്ച നടന്നെന്നാണ് കണ്ടെത്തൽ. സ്ട്രോങ് റൂമിൽ 18 കവറുകളിലായി സൂക്ഷിച്ച സ്വർണം എടുത്തുമാറ്റി പകരം മുക്കുമണ്ഡം വെക്കുകയായിരുന്നു. തട്ടിപ്പിൽ ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം ജാഗ്രതക്കുറവ് ചൂണ്ടിക്കാട്ടി ബാങ്ക് മാനേജറെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു. 24 കണ്ണൂർ.